സാധാരണയായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും മറ്റും നാം പോകുമ്പോൾ ചപ്പുചവറുകൾ ഇതിലിടുക എന്നെഴുതിയ ചവറ്റുകൊട്ടകൾ കാണാറുണ്ട്. മനോഹരമായ ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം വൃത്തികെട്ട വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് വൃത്തികേടാകാതിരിക്കുവാനുള്ള മുൻകരുതൽ നടപടി എന്ന നിലക്കാണ് ഇത്തരം ചവറ്റുവീപ്പകൾ അവിടെ സ്ഥാപിക്കുന്നത്. ഇതുമൂലം ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യം എക്കാലവും ആസ്വദിക്കുവാൻ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ചിലപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു ഭാരവുമില്ലാതെ പ്രശാന്തമായിരിക്കും നമ്മുടെ മനസ്സ്. മറ്റു ചിലപ്പോഴാകട്ടെ ജീവിത പ്രശ്നങ്ങളുടെ കഠിനമായ ഭാരത്താൽ കലുഷിതമായിരിക്കുകയും ചെയ്യും. സത്യത്തിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ എത്ര സുന്ദരമായിരുന്നു നമ്മുടെ മനസ്സ്. കാലത്തിൻ്റെ ഗതിചക്രത്തിന് വേഗം കൂടിയപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യത്തിനും പോറലേറ്റുവെന്ന് തോന്നുന്നുണ്ടോ? വ്യക്തികളും സംഭവങ്ങളും ചിന്തകളുമൊക്കെയായി നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ അനേകം കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇവയിൽ ചില നിഷേധാത്മക ചിന്തകൾ നമ്മുടെ മനസ്സിനെ അർബുദം പോലെ കാർന്നു തിന്നുകയും ക്രിയാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന ഇത്തരം ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് അമിതമായ ദേഷ്യവും ഭയവും ഉത്കണ്ഠയും വെറുപ്പും തുടങ്ങിയവയൊക്കെ നമ്മിൽ രൂപം കൊള്ളുന്നത്. നിങ്ങളുടെ വീട്ടിലെ വെളുത്ത മാർബിൾ തറയിൽ കരിയോയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ സാധാരണയായി നിങ്ങൾ എന്തു ചെയ്യും? ഒരു തുണിയോ കടലാസോ ഉപയോഗിച്ച് അവിടം തുടച്ചു വൃത്തിയാക്കി അത് ചവറ്റുകുട്ടയിൽ നിക്ഷേപിക്കും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും വേണം ഒരു ചവറ്റുകുട്ട. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്നവയെ ഈ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകളയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മിൽ രൂപം കൊള്ളുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കാതെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ വിജയങ്ങളെക്കുറിച്ച് ഓർക്കുക. എന്തെങ്കിലും കാര്യങ്ങളെ ചൊല്ലി നിങ്ങൾ കൂടുതൽ ആകുലപ്പെടുത്തുന്നത് കൊണ്ട് കൂടുതൽ പ്രയോജനമുണ്ടാകുവാൻ പോകുന്നില്ല എന്ന വസ്തുത മനസ്സിലാക്കുക. നല്ല ചിന്തകളെ മാത്രം മനസ്സിൽ കുടിയിരുത്തുകയും അല്ലാത്തവയെ അകറ്റിയോടിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്സാഹവും സന്തോഷവും വർദ്ധിക്കുകയും നാം പ്രവർത്തിക്കുന്ന മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും സാധിക്കും. നെഗറ്റീവ് ചിന്തകൾ കൂടുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ആരെങ്കിലുമായി സംസാരിക്കുന്നത്, അതുപോലെ തന്നെ ഇഷ്ടവിനോദങ്ങളിൽ ഏർപ്പെടുന്നതും പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നാം നിൽക്കുന്നതായി സങ്കല്പിക്കുന്നതുമെല്ലാം നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള ഉപാധികളാണ്. മനസ്സിലുള്ള ചിന്തകളാണ് നമുക്ക് ദുഃഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ചിന്തകൾ നമ്മളെ മനസ്സിൽ കൊണ്ടുവരിക. വേണ്ടാത്ത ചിന്തകൾ ഒന്നും നമ്മളെ മനസ്സിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യരുത്.